ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടെ ഞാൻ ഈ വയ്യാത്ത ആള് ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറിയിട്ട്. അപ്പം അവൻ പറയണത് എല്ലാ കുട്ടികളും സ്വന്തം വീട്ടിലെ സ്വന്തം വണ്ടിയിലൊക്കെയാണ് വരുന്നത്, എൻ്റെ മോൻ മാത്രം ഓട്ടോയിൽ പോണു, അത് വേണ്ടാന്നൊക്കെ പറയും. അവനത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഇതിവിടെ ഓരോരോ വീടുകളിൽ കുട്ടികളെ കൊണ്ടാക്കുന്നുണ്ട് വെച്ചാൽ മുത്തച്ഛനും മുത്തശ്ശി എന്നല്ല കൊണ്ടുവിടണേ. ആ വീടുകളിലൊക്കെ ആളുകളുണ്ട്. ഈ വയസ്സാം കാലത്ത് ഇനി ഒന്നും പറയണ്ട. ഇവരൊക്കെ പഠിപ്പിച്ച് ഓരോരോ സ്ഥാനത്തേക്ക് എത്തിയാൽ ഇനി അവരവരുടെ കാര്യം നോക്കി അങ്ങോട്ട് ജീവിച്ചൂടെ? പിന്നെയും ബാധ്യതകൾ ഇങ്ങനെ ഓരോന്ന് ഏൽപ്പിക്കുക. കുട്ടികളെ ഓർത്തട്ടാ ഞാൻ. അവറ്റോളെന്തറിഞ്ഞു? തക്കാളി റെഡി. ഇനി ഉള്ളി. പെണ്ണുള്ളപ്പോൾ ഇതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തേലും സാധനം അവിടെ എടുക്ക് എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് വന്ന് വയ്ക്കും. ഇപ്പോഴോ ആ പറയുന്നത് എല്ലാ പണിയും എല്ലാവരും പഠിച്ചിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഈ അവസ്ഥയാവും. ഇനിയിപ്പോൾ ഇത് വെച്ച് കറിയായി കഞ്ഞി എപ്പോൾ കഴിക്കാനാ? അത് രണ്ടും റെഡിയായി. ലക്ഷ്മിയ, അത് എനിക്ക് കറി വെക്കാനാണ്. കഞ്ഞിയൊക്കെ കറി വെക്കണ്ടേ? ഇപ്പോൾ തക്കാളി കറി വെക്കാനാ. എന്താ അതിന് ചെയ്യണ്ടേ? എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിക്കുക, തക്കാളി ഇടുക. പരിപ്പൊന്നും വേണ്ട, അതൊക്കെ നേരം കുറേ. ഇപ്പം തന്നെ സമയത്രയായി. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നീ ഉറങ്ങുകയല്ലേ? കുട്ടിക്ക് എങ്ങനെയുണ്ട്? നല്ല തണുപ്പൊക്കെ അല്ലേ അവിടെ? ഇവിടെ ഇപ്പം എന്താ ഊണ് കഴിക്കാറാവണു. ശരി, എന്തെങ്കിലും ആവശ്യമില്ല വിളിക്കാം. മറിമായം.